പെട്ടിയെടുത്തോ. എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയാമോ മക്കള്? അമ്മച്ചി, അളിയനോടെ പോയി പള്ളിക്കലോട്ട് പോയി. കുരുള സാറൊക്കെ എന്ന് വരും? അവര് വരും. പെണ്ണുകൂട്ടർക്ക് താമസിക്കാൻ ഗ്രീൻലാൻഡ് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. 5 AC റൂമേ ഉള്ളൂ. അത് മതിയോ സനിച്ച? പറയാം. മോനെ, എപ്പോ വന്നടാ? സുഖമായിരുന്നു അവിടെ? ഇച്ചായ, മിന്നുകെട്ട് സ്വപ്നം കണ്ട് ഓടി നടന്ന ഒരു പെണ്ണിന്റെ ചിത്രം മനസ്സിൽ നിന്ന് എത്ര മായ്ച്ചിട്ടും മായുന്നില്ല. മായണം. ഞാൻ മാച്ചല്ലോ. നാൻസിയെ കാണാറുണ്ടോ? കാലത്ത് കണ്ടു, പള്ളിക്ക് വെച്ച്. പാവത്തിനെ ഇച്ചായ ശപിക്കരുത്. ചാച്ചന്റെ മരണം കഴിഞ്ഞ് ഇച്ചായ നാട് വിട്ടപ്പോഴും ആ കൊച്ചു ഇച്ചായന് വേണ്ടി കാത്തിരുന്നു 5 വർഷം. എന്നിട്ട് അവിടേക്ക് തന്നെ കെട്ടിക്കേറിയല്ലോ, പുല്ലാങ്കുന്നിലേക്ക്. നാൻസി അതിലേക്ക് നിരപരാധിയാണ് ഇച്ചായ. ഇച്ചായന്റെ കല്യാണം നടക്കുന്നെന്നറിഞ്ഞ് ഈ ലോകത്ത് ഏറ്റവും സന്തോഷിക്കുന്നത് ആ കുട്ടിയാണ്. നിർഭാഗ്യങ്ങളൊക്കെ പാലോമറ്റത്തുകാർ പ്രാർത്ഥിച്ചു വാങ്ങിയ വരങ്ങളാണല്ലോ. ഇച്ചായ, കഴിഞ്ഞതൊക്കെ മറക്കണം. ഇച്ചായനെ വിശ്വസിച്ചൊരു പെൺകുട്ടി നാളത്തെ കഴിഞ്ഞ് കൂടെ ഇറങ്ങി വരിക, അത് മറക്കണ്ട. സുഖാണോ? വരുന്നുണ്ടെന്ന് മോളി സിസ്റ്റർ പറഞ്ഞറിഞ്ഞു. വീട്ടില് കല്യാണൊരുക്കത്തിന്റെ തിരക്കാവൂല്ലേ? ഒരു നാടൻ പഴഞ്ചൊല്ലുണ്ട്, ഒന്നിൽ പഴിച്ചാൽ മൂന്നെന്ന്. അതിൽ വിശ്വസിക്കുന്ന ചിലരൊക്കെ ഇപ്പോഴും പാലമറ്റത്തുണ്ട്. സണ്ണിച്ചാനെപ്പോ വന്നു? ഞാൻ ഇന്നലെ വന്നു. നിങ്ങളുടെ കല്യാണത്തിന്റെ കാർഡ് വളരെ വൈകി എനിക്ക് കിട്ടിയത്. ഒരു ഗ്രീറ്റിംഗ് അയക്കാൻ പോലും പറ്റിയില്ല. സണ്ണിച്ചാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പിന്നെന്താ, പോട്ടെ. ശരി.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ പാലോമറ്റത്തെ ഇട്ടിച്ചൻ്റെ മകൻ സണ്ണി. ആ, നീ വന്നു എന്നറിഞ്ഞു. അച്ഛൻ വീണ്ടും ഇവിടെ വന്നു എന്ന് അമ്മച്ചി പറഞ്ഞു. പല പല അസുഖം കൊണ്ട് ശരീരം വഴങ്ങാതായപ്പോൾ ഇവിടെ തന്നെ വരണമെന്ന് തോന്നി. ഇനിയുള്ള കാലം ഇവിടെ കഴിയണം, ഇവിടെ തന്നെ അവസാനിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി സെമിത്തേരി കയറി. തെമ്മാടി പറമ്പ് മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്നു. അന്നത്തെ തിരക്കിനിടയിൽ ഞാനും അച്ഛനും മറന്നു. ഒരു കല്ലോ മരമോ എടുത്തു വെക്കാമായിരുന്നു അടയാളത്തിന്. ഞാൻ വരട്ടെ. പള്ളിയിലേക്ക് നിനക്ക് ഡ്രൈവറെ പറഞ്ഞയക്കാൻ മേലായിരുന്നു. അപ്പൻ എത്ര നേരമായി നിന്നെയും കാത്തുകൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ കൂടെ ഇച്ചാന് പോയിക്കൂടായിരുന്നോ? ശാന്തംപാറ കൂപ്പുലേലത്തിന് പോവാ. ഐശ്വര്യമുള്ള നിന്നെയും കൊണ്ട് പോയാലേ ലേലം ഉറപ്പിച്ച് കിട്ടുന്നു. അതേടാ, അവൻ ഐശ്വര്യമുള്ളവൻ തന്നെയാ. അവനെ കൊണ്ട് പോയിട്ടുള്ള എന്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ചുമ്മാ അതും ഇതും പറഞ്ഞു പിള്ളേരെ തമ്മിൽ തല്ലിക്കാതെ. നീ ഒന്ന് പോടി മാപ്പിളച്ചി. കുഞ്ഞുഞ്ഞേ വണ്ടി എടുക്ക. വാടാ മോനെ. അളിയാ, നിനക്കെന്തോ ടൗണിൽ നിന്ന് വാങ്ങണമെന്ന് പറഞ്ഞില്ലേ? അളിയനോട് പറഞ്ഞാൽ മതി. ആ ഞാനും നാൻസി ഇന്നലെ പോയി വാങ്ങിച്ചു. നാൻസി എന്താ സ്വപ്നം കാണേ? പഴയ കാമുകം വന്നതറിഞ്ഞ പിന്നെ സ്വപ്നം കാണലും ഒരു ഉച്ച മയക്കമൊക്കെ. അങ്ങനെ പോവാതെ അവനെ മാത്രം ഓർത്താ പോരല്ലോ. നാൻസി, പോളച്ചനോട് വീട് മാറുന്ന കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു, പലവട്ടം. ഈ കാര്യം ഞാൻ എങ്ങനെ പറയും ചേച്ചി? ഞാനൊന്ന് കളിക്കട്ടെ. തമ്പുരാക്കന്മാരെല്ലാം ഒരുമിച്ച് കണ്ടതിൽ വളരെ സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ്. ദാമോദരൻ നായർ സാർ SIയിൽ നിന്ന് CAയിലോട്ട് ഉയർന്നു എന്ന് കേട്ടു. കൂട്ടത്തിൽ ഒരാളെ കണ്ടില്ലല്ലോ, ഡോക്ടർ ജോർജ് വർഗീസ്. തിരക്കിലാവും, ഞാൻ വീട്ടിൽ പോയി കണ്ടോളാം. പിന്നെ നാളെ എൻ്റെ കല്യാണമാണ്. എല്ലാവരും വന്ന് കണ്ടുകൂടി എന്നെ ആശീർവദിക്കണം. അത് പറയാനാ വന്നത്. താനെന്താ മനുഷ്യനെ ഒരുമാതിരി കളിയാക്കി സംസാരിക്കുന്നത്? മുതലാളി ഇരിക്കുന്നിടത്ത് അങ്ങേര് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ആശ്രിതൻ സംസാരിക്കാൻ പാടില്ല. അങ്ങേർക്ക് പറയാനുള്ളത് പറയട്ടെ, എന്നിട്ട് സാറിന്റെ സർവീസിലിരിക്കുന്ന പോലീസുകാരെ തല്ലുന്നത് ശരിയല്ല. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. കാളകെട്ടി പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മുറി നീ മറന്നോടാ? ഇല്ല, ആ സ്റ്റേഷനിലെ ക്രിസ്തുമസ് രാത്രി പിറ്റേ പകൽ എന്റെ അപ്പന്റെ ശവം തെമ്മാടി പറമ്പിൽ അടക്കിയ ആ ദിവസം, ആ പകലിന്റെ രാത്രിയുടെ കടം പത്മനാഭന്റെ മുദ്രയുള്ള നിന്റെ തൊപ്പി ഊരിക്കുന്നതിന്റെ പിറ്റേ ദിവസത്തേക്ക് വെച്ചിരിക്കാം. ഓർത്തോ? എടാ കൊച്ചനെ, സിംഗപ്പൂരിൽ പോയി കിടന്ന് 10 കാശുണ്ടാക്കുന്ന നെകളിപ്പൊന്നും ഇവിടെ വേണ്ട. നാട് വിട്ടു നിന്ന് ഇത്രയും നാൾ ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച എന്താണെന്നറിയാം? ഞാൻ തിരിച്ചു വരുമ്പോഴും നിങ്ങളൊക്കെ ജീവനോടുണ്ടായിരിക്കണേന്ന്. നാളെ എന്റെ കല്യാണമാണ്. ഇപ്പൊ ഞാൻ വന്നത് അതിനെ ക്ഷണിക്കാൻ. മറന്നു പോകണ്ട. കാണാം.
മലയാളമൊക്കെ അറിയാമല്ലേ? ഇതാ കൂത്ത്. പിന്നെ ഈ വർത്താനം പറഞ്ഞൊക്കെ എന്താ അറിവില്ല? പോയേച്ചി, സിംഗപ്പൂരിൽ ജനിച്ചു വളർന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി അമ്മച്ചി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ട്യൂഷൻ ടീച്ചറെ വെക്കണമെന്ന് പറഞ്ഞ് പൈലിച്ചാൻ എന്തൊരു കളിയാക്കായിരുന്നു. എന്റെ പിള്ളേരെ, ആ കൊച്ചിത്തിരി കാറ്റും ഉള്ളട്ടെ. ഓ, ഈ അമ്മച്ചിക്ക് പുത്ത മരുമകൾ വന്നപ്പോ ഞങ്ങൾ മക്കളെ ഒന്നും വേണ്ട. അതേടി, എനിക്കിനി നിന്റെ ഒന്നും ഓരോ ഓശാരവും വേണ്ട. മോള് വാ. സണ്ണിച്ച പെമ്പിളയും കൊണ്ട് സിംഗപ്പൂര് പോകുമ്പോ അമ്മച്ചി എന്നെ എടുക്കുന്ന അറിയാലോ. സിംഗപ്പൂരിലല്ല, ഈ വീടിന്റെ പടി കടത്തി ഞാൻ എന്റെ മോളെ എങ്ങും വിടത്തില്ല. അമ്മച്ചി ഇത്രയും കാലം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന് കിട്ടിയതാ എന്റെ കുഞ്ഞിനെ. വാ മോളെ. അമ്മച്ചി, ഞാൻ ഇറങ്ങാ. കൊച്ചിനിന്ന എന്റെ വക പണ്ടെന്റെ കല്യാണത്തിനായിട്ട് ചാച്ച വാങ്ങിച്ചു തന്നതാ. പിന്നെ ഞാനൊരു പാവപ്പെട്ട കുട്ടിക്ക് കൊടുത്തു. മാല കളയാതെ സൂക്ഷിച്ചു വെച്ചിരുന്നു. സണ്ണിച്ചായം കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന് കൊടുക്കാൻ. മിന്നുമാലയുടെ കൂടെ ഇതും കിടന്നോട്ടെ, ചാച്ചന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട്. സണ്ണിച്ചായ, നാളെ കാലത്ത് രണ്ടാളും കൂടി പോയി ചാച്ചനെ കുഴിമാടത്തിൽ പ്രാർത്ഥിക്കണം. സണ്ണിച്ചായന്റെ പെണ്ണിനെ എനിക്കിഷ്ടപ്പെട്ടു. നല്ല കുട്ടി. കർത്താവ് എല്ലാം നന്നായി വരുത്തും. ഞാൻ വരട്ടെ. കുറച്ച് കൂടിപ്പോയി അല്ലേ അച്ഛാ? വേണ്ടി വന്നു. ജയിലിൽ കിടക്കുന്ന മുഹമ്മദ് അലി ഇന്നല്ലെങ്കിൽ നാളെ പുറത്തിറങ്ങും. അറ്റംപ്റ്റ് മർഡർ എന്നുള്ളതിന്റെ തെളിവ് നശിപ്പിക്കാൻ അവന്റെ ചൈനക്കാരൻ ബോസ് പണം ഒഴുക്കും. എനിക്കറിയാം അച്ഛാ, അവൻ വരും, അവൻ വരും. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ അവൻ അലറി വിളിച്ചു പറഞ്ഞു, എന്റെ സർവനാശം കാണാൻ അവനും കാത്തിരിക്കുന്നു. ഒന്നുമില്ല, സണ്ണിച്ചൻ ടെൻഷൻ ആവരുത്. ഇനി എന്തെങ്കിലും പറഞ്ഞ് അയ്യര് വിളിച്ചാലും ഉടനെ ഇപ്പൊ സണ്ണിച്ചൻ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട. നിങ്ങൾ വൈകിക്കണ്ട, ഫ്ലൈറ്റിന് ടൈമായി. കാര്യം ഇനി ആരോടും യാത്ര പറയാൻ നിൽക്കുന്നില്ല. വരട്ടെ. എന്നാ മുറിക്കകത്താകാം. ഒരു കുടുംബ ജീവിതം തുടങ്ങാൻ പോവുകയാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ മാനസിക ഐക്യമാണ് ദാമ്പത്യത്തിന്റെ വിജയം. കുടിയും വലിയൊക്കെ ഉപേക്ഷിച്ച് നല്ല പിള്ള ചമഞ്ഞാൽ പാലോ മറ്റത്തെ സണ്ണിച്ചന്റെ ഭാര്യയായി ഇന്നിവിടെ കഴിയാം എന്ന് കരുതുന്നുണ്ടാവും അല്ലേ? 6 മാസത്തെ കരാറിൽ വാടകയ്ക്കെടുത്തൊരു പെണ്ണാണ് നീ എന്ന കാര്യം ഇടയ്ക്ക് ഓർമ്മിക്കുന്നത് നല്ലത്. മറന്നിട്ടില്ല. എനിക്കിപ്പോ നിങ്ങളോട് തോന്നുന്ന വികാരം എന്താണെന്ന് അറിയാമോ? ഒരു തേർഡ് റേറ്റ് കൂട്ടിക്കൊടുപ്പുകാരനോട് തോന്നുന്ന അറപ്പ്. സ്വന്തം അമ്മയും പെങ്ങന്മാരെയും വഞ്ചിച്ചിട്ട് നിങ്ങൾ ഈ കളിക്കുന്ന നാടകത്തിൽ ആരാണ് ജയിക്കുന്നത്? നിങ്ങളോ? ഞാനും നിങ്ങളും തമ്മിൽ 10 ലക്ഷം രൂപയുടെ കമ്മിറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ആ 10 ലക്ഷം രൂപ ഇന്ന് എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ മുഖത്തെറിഞ്ഞിട്ട് ഞാൻ ഈ രാത്രി ഇറങ്ങി പോകുമായിരുന്നു. പാലോമറ്റത്ത് സണ്ണിച്ച ഇതൊന്നുമല്ല ഹീറോയിസം. 5 ലക്ഷം രൂപ പ്രതിഫലം വാങ്ങിച്ച് യാതൊരു മുൻ പരിചയമില്ലാത്ത എന്നെ കുത്തുപാളയെടുപ്പിക്കാൻ വേഷം കെട്ടി പുറപ്പെട്ടപ്പോ എവിടെയായിരുന്നു ഇതിന്റെ ആദർശവും ഫിലോസഫിയും? അതിന് വിശുദ്ധമായ ഒരു മറുപടി എനിക്കുണ്ടായിരുന്നു. വിശക്കുന്ന 4 വയറുകൾ, എന്റെ അനുജത്തിയുടെ ചാരിത്രം. ഏത് കോടതിയും എനിക്കതിന് മാപ്പ് തരും. നിങ്ങൾ ഈ കളിക്കുന്ന വഞ്ചനയ്ക്ക് എന്ത് ന്യായീകരണമാണുള്ളത്? എനിക്ക് ജയിക്കണം. എന്നെ തോൽപ്പിച്ചവരെ എനിക്ക് തോൽപ്പിക്കണം. തെമ്മാടി പറമ്പിൽ അടക്കിയ മനുഷ്യന്റെ മകന്റെ കല്യാണം ഒരു വട്ടം മാറി. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടും മകളുടെ കല്യാണവും നടന്നില്ല. 3ാമതും പള്ളിപ്പറമ്പിൽ ഒരുക്കിയ എന്റെ ഈ കല്യാണം കൂടി നടന്നില്ലായിരുന്നെങ്കിൽ എന്റെ അപ്പച്ചന്റെ കുഴിമാടത്തിനടുത്ത് എനിക്കൊരു കുഴി കൂടി വെട്ടേണ്ടി വരുമായിരുന്നു. എന്റെ അമ്മച്ചിയുടെ
ഒരു വട്ടമെങ്കിലും ഞാനത് ജയിച്ചോട്ടെ. ആദർശത്തിന്റെ ത്രില്ലിൽ ഇവിടെ നീ എന്നെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ചാൽ കൊന്ന് കുഴിച്ചു മൂടും നിന്നെ ഞാൻ. ഇല്ല, ഒറ്റിക്കൊടുക്കില്ല. മരിക്കാനുള്ള ഭയം കൊണ്ടല്ല, നിങ്ങളുടെ വിജയങ്ങൾ കാണാൻ. തലമുറകൾ കൈമാറാൻ നിങ്ങളുടെ ചാച്ചൻ തന്ന ഈ പവിത്രമാല ഇതെന്റെ കഴുത്തിൽ കിടന്ന് കളങ്കപ്പെടണ്ട. മോളിക്കുട്ടി സിസ്റ്റർ ചോദിച്ചാൽ പെട്ടിയിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കാം. പപ്പയുടെ ടിക്കറ്റിന്റെ കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നാളെ കഴിഞ്ഞ് ശരിയാവും. ഞാൻ കാലത്തെ തന്നെ അങ്ങ് പോവുക. അർത്തിങ്കപ്പള്ളിയിൽ ഒരു നേർച്ചയുണ്ട്. നേർച്ച? അർത്തിങ്കൽ പള്ളിയില? അതപ്പോ നേർന്നു? അത് പണ്ട് മോക്ക് മഞ്ഞപ്പിത്തം വന്നപ്പോ നേർന്നതാ. നേർച്ചയും കഴിഞ്ഞ് എറണാകുളത്തും ടിക്കറ്റും എടുത്ത് ഞാൻ അങ്ങ് പോയേക്കാം. സാറേ. സാറല്ലടോ മോൻ. നേരെ വൈകുന്നു. തനിക്ക് അർത്തിങ്കൽ പള്ളിയില് നേർച്ചയ്ക്ക് പോണ്ടേ? തനിക്ക് ബുദ്ധിയില്ല എന്ന് കരുതിയത്. ആ കുട്ടി താഴ്ത്തുണ്ടാവും. യാത്ര പറച്ചിൽ മെലോ ഡ്രാമയാക്കി കുളമാക്കരുത്. അല്ലെങ്കിൽ തന്നെ തന്റെ അഭിനയം ഇന്നലെ മുതൽ കുറച്ച് ബോറാകുന്നുണ്ട്. എന്താണ് സാർ ഇതിന്റെയൊക്കെ അവസാനം? 6 മാസം ഇവിടെ പുറത്തിട്ട് സണ്ണിയും ഭാര്യയും കൂടെ സിംഗപ്പൂർ പോകുന്നു. അവിടെ വെച്ചൊരു കാർ ആക്സിഡന്റ്. അതിൽ സണ്ണിയുടെ ഭാര്യ മരിക്കുന്നു. ഭാര്യ മരിച്ച സണ്ണിയോട് എല്ലാവർക്കും സിമ്പതി. ഇത്രയൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കാമെങ്കിൽ ഈ കഥയും എനിക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാം. താങ്ക്സ് ഫോർ എവറിത്തിങ് അയ്യർ ജോൺ. വാ. അവിടെ എത്തി നേരം കിട്ടിയ വീട്ടിലറ്റം പോയി എനിക്കിവിടെ സുഖാണെന്ന് പറഞ്ഞേക്കോ. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് വിളിക്കാം. വേഷം കെട്ടിലായിരുന്നെങ്കിലും 2 ദിവസം കഴിച്ചപ്പോ ഒരു മകളെ പിരിഞ്ഞ് പോവാന്ന് തോന്നിപ്പോവുക. മെലോ ഡ്രാമ ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോവാം.